വർഷങ്ങളായി വരുന്നവർ അവർ ഇത്തവണയും വളരെ ഭക്തിയോട് കൂടി വന്ന് പൊങ്കാല അമ്മയ്ക്ക് അർപ്പിക്കാനായിട്ടുള്ള ആ കാത്തിരിപ്പിലാണ്. നമ്മൾ ഇവിടെ ഒരു കൂട്ടം ആളുകളെ കാണുകയാണ്. നോക്ക്, ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ എത്തുകയാണ്. വളരെ വേഗത്തിൽ പോകുന്ന കണ്ടിട്ട് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു നമ്മളുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താനായി. എവിടുന്നാ വരുന്നേ? ഞങ്ങള് പെരിന്തൽമണ്ണയിൽ. എന്താ എല്ലാവരും ഒരേ വേഷത്തിലാണല്ലോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു പരിചയക്കുറവ്, അപ്പൊ കൂട്ടം തെറ്റി പോണ്ടെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സിലെ ഈ തയ്യാറെടുപ്പ് കാണുമ്പോൾ തന്നെ അറിയാം പൊങ്കാലയ്ക്ക് വേണ്ടി നല്ലൊരു തയ്യാറെടുപ്പ് തന്നെ മലപ്പുറത്ത് നടത്തിയിട്ടുണ്ടെന്ന്. ഫസ്റ്റ് ടൈം ആണ് ഇവിടെ? ഞാൻ ഫസ്റ്റ് ടൈമാ. ഞാനും ഫസ്റ്റ് ടൈമാ. ഇവര് കുറേ പ്രാവശ്യം വന്നത്. എത്രാമത്തെ തവണ വരുന്നേ? 2011 തൊട്ട് വരുന്നതാണ്. 2011 മുതൽ ഒരേ സ്ഥലത്ത് തന്നെ ഇടുന്നത്. ബ്രാഹ്മിൻസ് താമസിക്കുന്ന തെരുവില്. അവിടെ തന്നെയാണ് എല്ലാ വർഷവും ഇടുന്നത്? എല്ലാ വർഷം അവിടെ തന്നെ ഇടാറ്. ഇത്തവണ എന്നാ വന്നത്? ഇന്നാണോ അതോ ഇന്നലെ എത്തിയോ? 11-ാം തീയതി രാവിലെ എത്തിയിട്ടുണ്ട് ഇവിടെ. എല്ലാ തവണയും പോയി തൊഴാനുള്ള സൗകര്യത്തിന് ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി എല്ലായിടത്തിലും പോയി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി, പിന്നെ പഴവങ്ങാടി ഗണപതിനെ തൊഴുതു. പിന്നെ 2 ദിവസം മറ്റേ നമ്മുടെ പൊങ്കാല അമ്പലത്തില്. എവിടെ സ്റ്റേ? എവിടെ നമ്മള് സ്റ്റേ സിൽവർ സാൻഡ് ഹോട്ടലിൽ മുറിയെടുത്ത് 2 ദിവസം മുമ്പ് വന്ന് പൊങ്കാല ആഘോഷമാക്കുകയാണ്. എങ്ങനെയാണ് ആദ്യം ഇവിടെ എത്തുന്നത്? ആദ്യം വരുന്നത് ഞങ്ങൾ ഇവിടെ ബ്രാഹ്മിൻസ് താമസിക്കുന്ന തെരുവിലുള്ള ഒരു പിന്നെ കനറ ബാങ്ക് മാനേജർ ഞങ്ങളടുത്ത് താമസിച്ചിരുന്നു. അവിടുന്ന് തൊട്ട് പരിചയം, അങ്ങനെ വരുന്നത്. അങ്ങനെ അത്രയും വർഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൂടുതൽ ആ സംഘത്തിൽ ആളുകൾ കൂടുകയാണ് അല്ലേ? നിങ്ങൾ ബന്ധുക്കളാണോ? അല്ല, എവിടെ വർക്ക് ചെയ്യുന്നത്? പെരിന്തൽമണ്ണ സ്കൂളിലെ ടീച്ചേഴ്സാ. കുറച്ച് പേര് ഞങ്ങൾ 3 കോവർക്കേഴ്സ് ആണ്. എന്റെ ചെറിയമ്മയാണ് ഇവര്, അമ്മയുടെ അനിയത്തി. ഇവര് ചെറിയമ്മയാണ് ആദ്യം ഇവിടെ വന്നത്. എന്റെ ചേച്ചിയാണ്. ചേച്ചിയാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളൊക്കെ. എന്താണ് നിങ്ങൾക്ക് ഇത്രയും വർഷമായി വരുന്നവരുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണല്ലോ, പറഞ്ഞു കേട്ടതിനപ്പുറമാണോ? നിനക്ക് അത്ഭുതം തന്നെ പറയാം. ഞങ്ങൾ ആദ്യം 3 ആദ്യം വരികയാണ്. അപ്പൊ ഈ പറഞ്ഞു കേട്ടതിനപ്പുറം വർഷം പറയുന്നത് കേൾക്കാം. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും പോരണമെന്ന്. ഈ വർഷമാണ് പോരാൻ സാധിച്ചത്. അപ്പോ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് അവര് വന്നിരിക്കുകയാണ്. 2 ദിവസമായി ഇവിടെ ഉണ്ട്. അവർ പ്രതീക്ഷിച്ചില്ല, നേരത്തെ മുതൽ വന്നവർ പറഞ്ഞു കേട്ടതിനപ്പുറമാണ് ഇവിടുത്തെ തിരക്കും ഈ പൊങ്കാലയുടെ ആഘോഷങ്ങളും എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ബാക്കിയുള്ള സമയം കൂടി എൻജോയ് ചെയ്യാം. എന്നാ മടങ്ങി പോകുന്നത്? എന്നാ ഞങ്ങൾ ഇന്ന് രാത്രി പോകും, നാളെ രാവിലെ പോകും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പൊങ്കാല അവിടെ ഇടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്.